ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു Alilam ഡിജിറ്റൽ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഫോട്ടോഷോപ്പിന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സെലക്ഷൻ ടൂളുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈ മൂന്നാമത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പെൻ ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ പെൻ ടൂളിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, പെൻ ടൂൾ കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പെൻ ടൂൾ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പെൻ ടൂൾ കൊണ്ട് എങ്ങനെയൊക്കെ നമുക്കൊരു എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് വേറൊരു ആർട്ട് ബോർഡിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. അതേപോലെ തന്നെ 2-3 ടൂൾസ് നമ്മൾ പഠിച്ചു. ഈ സെലക്ഷനിൽ തന്നെ പെടുന്നതാണ് റെക്റ്റാങ്കിൾ ടൂള്, അതേപോലെ മാർക്യൂ ടൂള്, ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ടൂള്, അതേപോലെ തന്നെ നമുക്ക് റൗണ്ട് ഓവൽ ഷേപ്പൊക്കെ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൂൾസ് ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ അതിൻ്റെ മെനു ആണ് നമ്മൾ പഠിച്ചത്, സെലക്ട് മെനു ആണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പെൻ ടൂളിൻ്റെ ഉപയോഗം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ കഴിഞ്ഞ ക്ലാസ്സിനെ പോലെ തന്നെ ഞാനൊരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു, എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോയാണ്. ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ ഇമേജിനെ ഞാൻ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പോകണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തിരുന്നത് അല്ലേ? നമുക്കത് എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ സംഭവം അത് ജോയിൻ്റ് ആകും. പക്ഷേ പെൻ ടൂൾ അങ്ങനെയല്ല. പെൻ ടൂൾ നമ്മൾ കട്ട് ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒബ്ജക്റ്റുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഷാർപ്പായിട്ട് കട്ട് ചെയ്യാനും ഒക്കെയാണ് പെൻ ടൂൾ ഉപയോഗിക്കുന്നത്. പെൻ ടൂൾ ജസ്റ്റ് നോക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇമേജിനെ നമ്മൾ Ctrl+ ഉപയോഗിച്ചിട്ട് വലുതാക്കി. ഇതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് ഈ ഒബ്ജക്റ്റിനെ ഷാർപ്പായിട്ട് എഡ്ജ് കൂടെ കട്ട് ചെയ്യണം കേട്ടോ. പെൻ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കിയോ. ജസ്റ്റ് പെൻ ടൂൾ ഇവിടെ ഞാൻ ഈ ഒരു എഡ്ജിൽ വെച്ചു. എന്നിട്ട് വേറൊരു എഡ്ജിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട് കണ്ടോ, ഇവിടെ ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് Ctrl+ അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് തന്നെ, അതായത് ഞാൻ ഈ അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് തന്നെ ഡ്രാഗ് ചെയ്തപ്പം ഒരു കർവ് ലെവലിൽ വരും കണ്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കറക്റ്റായിട്ട് ഇവിടെ വെച്ചു. അടുത്ത ഇവിടെ കൊണ്ടുപോയി ഇവിടെ ഞാനതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. അപ്പോൾ നമ്മളെങ്ങനെ കറക്റ്റ് ഷാർപ്പായിട്ട് കർവ് പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഷേപ്പിലേക്കും നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് കുറച്ച് പ്രാക്ടീസ് വേണം ഇതിന്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വീണ്ടും മാറ്റിക്കിടാം. Alt+ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഇവിടെ തന്നെ വന്നു, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഓരോ പോയിൻറ്റും ഇങ്ങനെ വന്നു, ഇവിടം വരെ വന്നു. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും പോയിൻ്റ് നമുക്കിങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Alt+ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ പോയിൻറ്റിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാൻ മതി. കണ്ടോ, ഇവിടെ ഒരു ആരോ മാർക്ക് പോലെ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അവിടെ കൊണ്ട് കട്ടാവും. പിന്നെ നമുക്ക് അവിടെ നിന്ന് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഒബ്ജക്റ്റിനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ എൻഡിൽ കൂടെ ഈ ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈനിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ എവിടെയാണ് തുടങ്ങിയത് അവിടെ വന്നിട്ടുണ്ട്. ആ തുടങ്ങിയ പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, അവിടെ പോയിന്റ് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി Ctrl- അടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈനാണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഔട്ട്ലൈന് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പെൻ ടൂള് ആ ടൂള് മാറ്റാണ്ട് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് സെലക്ഷൻ കാണാം. അപ്പോൾ ഈ ഔട്ട്ലൈനെ നമ്മൾ ഈ പാത്തിനെ നമ്മൾ എന്താ ചെയ്യണം, നമ്മളൊരു സെലക്ഷനാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ മേക്ക് സെലക്ഷൻ കൊടുത്തു. മേക്ക് സെലക്ഷൻ കൊടുക്കുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് കാട്ടുന്നതാണ്. ഇതിനകത്ത് ഫെദർ നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു. എഡ്ജ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഫെദർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇമേജ്, ഒരു 300 റെസൊല്യൂഷനുള്ള ഒരു ഇമേജൊക്കെ നമുക്കൊരു 1 or 2 ഫെദർ കൊടുത്താൽ മതി. എഡ്ജ് ചെറുതായിട്ടൊന്ന് ഫെദറായാൽ മതി. ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂ സെലക്ഷനാണിത്. ഇവിടെ നമ്മളൊരു സെലക്ഷൻ ആക്കാൻ പോവുകയാണ്, മേക്ക് സെലക്ഷൻ ആക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്ഷനായി, കണ്ടില്ലേ. എന്നിട്ട് Ctrl+C അടിച്ചു,
Ctrl+V അടിച്ചു കഴിയുമ്പോൾ കാണാൻ പറ്റും ഈ ഒബ്ജക്റ്റ് മാത്രം നമ്മൾ ടൂൾ ചേഞ്ച് ചെയ്യണം ഈ ഒബ്ജക്റ്റ് മാത്രം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ഡ്യൂപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കാം അതേപോലെ തന്നെ ഈ ഇമേജിനെ മാറ്റിയിട്ട് ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേറൊരു ഇമേജിനെ കൊണ്ടുവരാം ജസ്റ്റ് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യണം Ctrl+O അടിച്ചു ഡൗൺലോഡ്സിൽ ഞാൻ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഇമേജ് എടുക്കുകയാണ് ജസ്റ്റ് ഇതിനെ Ctrl+A അടിച്ചു കോപ്പി ചെയ്തു Ctrl+C അടിച്ചു ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു ചെറിയൊരു ഇമേജാണിത് അപ്പോൾ ജസ്റ്റ് അതിനെ വലുതാക്കാൻ പോവാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബാക്കോട്ട് ഇട്ടു കണ്ടില്ലേ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ നമ്മൾ ഓരോ ഒബ്ജക്റ്റുകളെ കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ എഡ്ജിൽ പോയി നോക്കിയാൽ അറിയാം ഇവിടെ കണ്ടില്ലേ നമ്മളൊരു ഫെദർ കൊടുത്ത കാരണം കറക്റ്റ് ഒരു സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് എഡ്ജ് ഈ ഫെദർ കൊടുത്തില്ല എന്ന് വിചാരിച്ചോ ഇനി നമ്മൾ ഇതിൻ്റെ ഫെദർ കൊടുക്കാണ്ടെന്ന് നോക്കാം പെൻ ടൂൾ തന്നെ എടുത്തു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു മേക്ക് സെലക്ഷൻ കൊടുത്തു ഫെദർ 0 ആക്കി ഓക്കെ കൊടുത്തു Ctrl+C അടിച്ചു Ctrl+V അടിച്ചു ഇപ്പോൾ ഇതിൻ്റെ എഡ്ജ് നോക്കിയോളൂ ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എഡ്ജ് കുറച്ച് സ്മൂത്ത് ആവണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു ഇമേജ് വെക്കുമ്പോൾ എഡ്ജ് കുറച്ച് സ്മൂത്തായിട്ട് ആ ഒരു ഇമേജിനോട് ലയിച്ച് നിൽക്കണം അതിനാണ് ഫെദർ കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിന് ഇവിടെ ഫോർഗ്രൗണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഫോർഗ്രൗണ്ട് കളറാണ് ഇപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തു ജസ്റ്റ് ഇവിടെ ഒരു ലെയറും കൂടെ ആഡ് ചെയ്തു ക്രിയേറ്റ് എ ന്യൂ ലെയർ Alt+Backspace അടിച്ചാൽ ഫോർഗ്രൗണ്ട് കളർ നമുക്ക് കിട്ടി ജസ്റ്റ് ഈ ലെയറിനെ പിടിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇമേജിന് പകരം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറൊരു കളർ നമുക്ക് ആഡ് ചെയ്തു ഈ കളറിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യാം അതേപോലെ തന്നെ ബ്രഷ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇതിനൊരു സ്റ്റൈലിഷ് ആക്കാം ബ്രഷൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജസ്റ്റ് ബ്രഷ് എടുക്കുക ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ബ്രഷിൻ്റെ പലതരത്തിലുള്ള ബ്രഷുകളുണ്ട് ഇവിടെ അവൈലബിൾ ആണ് ഓരോ ബ്രഷ് എടുത്ത് നിങ്ങൾ തന്നെ വരച്ച് നോക്കുക ബ്രഷ് എടുക്കുമ്പോൾ നിങ്ങളൊരു കളർ ചേഞ്ച് ചെയ്യണം എന്നിട്ട് വരച്ച് നോക്കുക ബ്രഷിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം കണ്ടില്ലേ ഇവിടെ സൈസ് മാറ്റിയാലേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു സ്മൂത്ത് ബ്രഷാണ് എടുക്കുന്നത് അപ്പം ജസ്റ്റ് ഞാനൊരു ഈ കളർ തന്നെ ഞാൻ പിക്ക് ചെയ്തു ഇത് കളർ പിക്കറാണ് ജസ്റ്റ് കളർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടു ഓക്കെ കൊടുത്തു ബ്രഷിൻ്റെ സൈസ് ഞാൻ ഒന്നും കൂടെ കൂട്ടി ഇത് കൂട്ടാണ്ട് നമുക്ക് വേറൊരു ഷോർട്ട് കീ ഉണ്ട് ബ്രാക്കറ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റും റൈറ്റ് ബ്രാക്കറ്റും നമ്മുടെ കീബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറയ്ക്കും കൂട്ടവും ചെയ്യാം ഞാൻ ജസ്റ്റ് കണ്ടില്ലേ ജസ്റ്റ് ഒരു സ്റ്റൈൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു കളർ ഫില്ല് ചെയ്തു കളർ ഏത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇവിടെ ഈ പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഇത് ഫില്ല് ചെയ്തു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊച്ചിനെ നമുക്ക് കോപ്പി എടുക്കാം Alt പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്കിതിൻ്റെ കോപ്പി കിട്ടും ഇതിനെ Ctrl+T അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ Command+T അടിച്ച് കഴിഞ്ഞാൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് പറഞ്ഞു ജസ്റ്റ് ഞാനിതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സ്ക്യൂ ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാം അതേപോലെ ഡിസ്റ്റോർട്ട് ചെയ്യാം ഡിസ്റ്റോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടില്ലേ ഒരു എഡ്ജ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ഏത് ഭാഗത്താണ് നമുക്ക് സ്ക്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമുക്ക് ഡിസ്റ്റോർട്ട് ചെയ്യാം പിന്നെ ഇതിനെ എനിക്ക് Ctrl+T അടിച്ച് ഇതിനെ നേരെ ഓപ്പോസിറ്റ് റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുത്തു എന്നിട്ട് ഇവിടെ ഇങ്ങനെ എനിക്ക് ഇതിനൊരു റിഫ്ലക്ഷൻ കൊടുക്കാം ജസ്റ്റ് ഈ ഇമേജിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താഴത്തെ രണ്ടാമത്തെ ഇമേജ് എനിക്ക് ജസ്റ്റ് ഞാനൊന്ന് ഒരു ഓപ്പോസിറ്റിങ് കുറച്ച് കഴിഞ്ഞാൽ ഇത് റിഫ്ലക്ഷൻ കൊടുക്കുന്നതായിട്ട് കാണാം എന്നിട്ട് Ctrl+T അടിച്ചിട്ട് നമ്മളിതിനെ ഡിസ്റ്റോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെസ്ക്യൂ ഓർ ഡിസ്റ്റോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഓരോ ഭാഗങ്ങൾ പിടിച്ച് കറക്റ്റായിട്ട് ആക്കി വെക്കാം അപ്പോൾ അതാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഇവിടെ വെച്ച് നമ്മൾ ഒരു റിഫ്ലക്ഷൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ
ഇതെല്ലാം പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞപ്പം പെൻ ടൂളിൻ്റെ ഉപയോഗം പറഞ്ഞപ്പം ജസ്റ്റ് കട്ട് ചെയ്തു, അതൊരു വേറെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി, ഒരു റിഫ്ലക്ഷൻ അതേ സംഭവത്തിൻ്റെ ഒരു കോപ്പി എടുത്തു, എന്നിട്ട് റിഫ്ലക്ഷൻ കൊടുത്തു. അപ്പോൾ ഇതാണ് പെൻ ടൂളിൻ്റെ ഉപയോഗം ഇതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മേക്ക് സെലക്ഷൻ ചെയ്യുക, കൺട്രോൾ അല്ലെങ്കിൽ Ctrl+X അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ട് ചെയ്ത് പോകും. കണ്ടില്ലേ? അല്ലെങ്കിൽ അത്രയും ഭാഗം കോപ്പി ചെയ്യണമെങ്കിൽ Ctrl+C അടിക്കുക, Ctrl+V അടിച്ചാൽ അത്രയും ഭാഗം കോപ്പി ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പെൻ ടൂളിൻ്റെ ഉപയോഗം. പെൻ ടൂളിൽ കുറേയധികം പെൻ ടൂളുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ യൂസ് ചെയ്തതാണ്. ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കർവിക്കർ ഇതായിട്ട് പോകും. പിന്നെ നമുക്ക് ഏതെങ്കിലും പോയിൻ്റ്, ഇപ്പം ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഓരോ പോയിൻ്റ് ഓരോ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള പോയിൻ്റാക്കി. എന്നിട്ട് ഞാൻ വേറെ ടൂൾ എടുത്തതിനകത്ത് കൺവേർട്ട് പോയിൻ്റ് ടൂൾ എന്നുണ്ട്. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അവിടെ നമുക്ക് കർവാക്കി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെയാണ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു പോയിൻ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ താഴത്തെ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ടൂളാണ്, ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ്. പാത്ത് സെലക്ഷൻ ഉണ്ട്. പാത്ത് സെലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പാത്തിനെ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഈ പെൻ ടൂളിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഉപയോഗം ഇതാണ്. നമുക്ക് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാലും ഈ പോയിൻ്റ് നമുക്കിതിനകത്ത് കൂടുതൽ ആങ്കർ പോയിൻറ്റുകൾ ആഡ് ചെയ്യാം, നോട്ട്സ് ആഡ് ചെയ്യാം. ആ നോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിപ്പം നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുത്താനും പറ്റും. ഇവിടെ നമുക്ക് മൈനസ് ഉണ്ട്, ഡിലീറ്റ് ആങ്കർ പോയിൻ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് ഡിലീറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ ജസ്റ്റ് പ്ലസ് പുതിയ ഒരെണ്ണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴത്തെ ടൂൾ എന്താണ്, പാത്ത് സെലക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് സെലക്ഷൻ ഉണ്ട്. ആ പോയിൻറ്റിനെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോയി കഴിഞ്ഞാൽ മൈനസ് ഉണ്ട്, അത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഈ പെൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഈ പെൻ ടൂളിൻ്റെ ഈ എല്ലാ പ്രോപ്പർട്ടീസും, അതുപോലെ തന്നെ പെൻ ടൂൾ എന്താണ്, ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്താണ്, കളർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ കമന്റിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അഡ്വാൻസ് ലെവല് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ തന്നെ പേഴ്സണലായിട്ടോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു തരും. പക്ഷെ മാക്സിമം ഞാൻ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ചോദിക്കുന്നതനുസരിച്ച് മറുപടി പറയുന്നതായിരിക്കും.